ഇന്ന് നാം മൈക്രോബയോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. ഈ വാക്കുകൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നാം നിരന്തരം കേൾക്കാറുള്ളതാണ്. ഇപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ, എന്താണ് ഡിസിൻഫെക്ഷൻ, അതിനുള്ള വിവിധ മാർഗങ്ങൾ തുടങ്ങിയവയാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. Sterilization is the process by which all microorganisms are removed from the surface of an object. ഒരു ഒബ്ജക്റ്റിൽ നിന്നും, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ബോഡി സർഫസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു കൾച്ചർ മീഡിയ ആയിരിക്കാം, ഒരു ആർട്ടിക്കിൾ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു വസ്തുവിൽ നിന്നും എല്ലാ രീതിയിലുള്ള മൈക്രോ ഓർഗാനിസങ്ങളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ രീതിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതജനിക്ക്, നോൺ പതജനിക്ക്, വെജിറ്റേറ്റീവ്, സ്പോർ, അങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള മൈക്രോ ഓർഗാനിസംസ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന്, ഒരു സർഫസിൽ നിന്ന്, ഒരു ആർട്ടിക്കിളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് നാം പറയുന്നത്. ഇപ്പൊ ടെസ്റ്റ് ട്യൂബ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും, കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാം, നമ്മളുടെ സ്കിൻ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സർഫസിൽ നിന്നോ, ഒരു വസ്തുവിൽ നിന്നോ, ഒരു മീഡിയത്തിൽ നിന്നോ ഒക്കെ മൈക്രോ ഓർഗാനിസങ്ങളെ, അതായത് വെജിറ്റേറ്റീവും സ്പോറും ഫോമിലുള്ള, വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമലി മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രോ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വെജിറ്റേറ്റീവ് ഫോം. ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമാണ് സ്പോർ ഫോം. സ്പോർ ഫോമിനെ പെട്ടെന്നൊന്നും നമുക്ക് നശിപ്പിക്കാൻ പറ്റാറില്ല. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസും റിമൂവ്ഡ് ആവുന്ന പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ. Disinfection is the process by which all pathogenic organisms except spores are removed from an object. ഒരു ഒബ്ജക്റ്റിൽ നിന്നും രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെ മാത്രം റിമൂവ് ചെയ്യുക. പക്ഷെ സ്പോറുകൾ റിമൂവ് ചെയ്യപ്പെടുന്നില്ല. സ്പോറുകളെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ നടത്തണം. സ്പോറുകൾ ഒഴികെയുള്ള രോഗമുണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് രോഗം ഉണ്ടാക്കാത്ത സൂക്ഷ്മജീവികൾ അവിടെ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അവയെ റിമൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം പരിഗണിക്കുന്നില്ല. മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. സ്റ്റെറിലൈസേഷനും അതുപോലെ ഡിസിൻഫെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ധാരാളം മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അവയെ വളരെ ബ്രോഡായിട്ട് നാം ക്ലാസിഫൈ ചെയ്യുന്നത്, വിശാലമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ് എന്നിങ്ങനെയാണ്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫിസിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡ്സിൽ സൺലൈറ്റ്, ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ, സോണിക് ആൻഡ് അൾട്രാസോണിക് വേവ്സ്. ഇപ്പൊ ഫിസിക്കൽ മെത്തേഡിനെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഫിസിക്കൽ, കെമിക്കൽ എന്ന് രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ആ ഫിസിക്കൽ മെത്തേഡിനെ സബ് ക്ലാസിഫൈ ചെയ്യുന്നു. സൺലൈറ്റ്, ഹീറ്റ്, റേഡിയേഷൻ വികിരണങ്ങള്, ഫിൽട്രേഷൻ നമ്മൾ അരിച്ചെടുക്കുക, ദെൻ സോണിക് ആൻഡ് അൾട്രാസോണിക് വേവ്സ്, സോണിക്കും അൾട്രാസോണിക്കുമായിട്ടുള്ള തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഇതെല്ലാമാണ് ഫിസിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സ് പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, വ്യത്യസ്ത രീതിയിലുള്ള കെമിക്കൽസ് ആണ് നാം ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, ഫിനോൾ, ഹാലജൻസ്, ഹെവി മെറ്റൽസ്, സർഫസ് ആക്റ്റീവ് ഏജന്റ്സ്, ഡൈസ്, എഥിലിൻ ഡയോക്സൈഡ്, ബീറ്റ പ്രൊപ്യോലാക്ടോൺ, BPL എന്നറിയപ്പെടുന്ന ബീറ്റ പ്രൊപ്യോലാക്ടോൺ. ഈ ഗ്രൂപ്പിൽപ്പെട്ട, ഈ ക്ലാസ്സിൽപ്പെട്ട കെമിക്കൽസും സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ പർപ്പസിൽ നാം ഉപയോഗിക്കുന്നു. ഇപ്പൊ ബ്രോഡായിട്ട് ഫിസിക്കൽ, കെമിക്കൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഫിസിക്കൽ മെത്തേഡ്സ് നാം പറഞ്ഞു, കെമിക്കൽ മെത്തേഡ്സ് ഈ പറയുന്നവയാണ്. ഈ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട കെമിക്കൽസ് ആണ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് നാം ഉപയോഗപ്പെടുത്തുന്നത്. ഫിസിക്കൽ മെത്തേഡിൽ ഒന്നാമത് സൺലൈറ്റ് പറഞ്ഞു. സൺലൈറ്റ് ആൻഡ് സ്റ്റെറിലൈസേഷൻ നോക്കാം. അൾട്രാ വയലറ്റ് റേസ് ഇൻ ദ സൺലൈറ്റ് കിൽസ് മൈക്രോബ്സ്. സൂര്യപ്രകാശത്തില് നമുക്കറിയാം UV റേസ് അഥവാ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്. ഈ റേസ് മൈക്രോബിസിഡൽ ആണ്. മൈക്രോബിസിഡൽ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസങ്ങൾ നശിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിവുള്ള ഏജന്റുകളെയാണ് മൈക്രോബിസിഡൽ എന്ന് നാം പറയുന്നത്. ഇപ്പൊ സൺലൈറ്റിലുള്ള UV റേസിന് അതിനുള്ള കഴിവുണ്ട്. ജലാശയങ്ങള്, അതല്ലെങ്കിൽ പുഴകള്,
നമ്മുടെ പബ്ലിക് പ്ലേസ്, റോഡ്, അവിടെയൊക്കെ പ്രകൃതി തന്നെ നടത്തുന്ന സ്റ്റെറിലൈസേഷൻ സൺലൈറ്റ് വഴിയാണ്. നമുക്കറിയാം ഏതെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേറ്റഡ് ആയി ഇപ്പൊ റോഡോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് കിടക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ വലിയ രീതിയിൽ അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ട്. വലിയ ജലാശയങ്ങള്, കുളങ്ങള്, അതുപോലെ അരുവികള്, ഡാമുകള്, അവിടെയൊക്കെ ഈ സൺലൈറ്റ് നേരിട്ടടിക്കുമ്പോൾ വലിയ അളവില് മൈക്രോബിസിഡൽ ആക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു നാച്ചുറൽ സ്റ്റെറിലൈസേഷൻ ഏജന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ സൺലൈറ്റിനെ പറയാം. രണ്ടാമത്തെ ഫിസിക്കൽ മെത്തേഡ് ഹീറ്റ് ആണ്. ഹീറ്റിനെ നമ്മൾ പല രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്. മോയിസ്റ്റ് ഹീറ്റിനെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് വേർതിരിക്കുന്നു. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇപ്പൊ ഫിസിക്കൽ മെത്തേഡിൽപ്പെട്ട ഹീറ്റ് ആദ്യം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നു, ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്. ഈ മോയിസ്റ്റ് ഹീറ്റിനെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡ്, അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, എബോവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കുന്നു. ഡ്രൈ ഹീറ്റിൽ പെടുന്നത് റെഡ് ഹീറ്റ്, ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ഇവ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മോയിസ്റ്റ് ഹീറ്റ് ബിലോ 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉൾപ്പെടുന്നതാണ് പാസ്ചറൈസേഷൻ, വാക്സിൻ അല്ലെങ്കിൽ സിറം ബാത്ത്, ഇൻസ്പിസേഷൻ. ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെന്റിഗ്രേഡ് നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് ആണ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിൽ ഉൾപ്പെടുന്നതാണ് ബോയിലിംഗ്, സ്റ്റീമിംഗ്, ടിൻഡലൈസേഷൻ. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്, വെള്ളം സാധാരണ തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. പക്ഷെ മർദ്ദം, പ്രഷർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രിയേക്കാൾ കൂടും. ആ ഉദാഹരണമാണ് ഓട്ടോക്ലേവ്. നാം വീടുകളിലൊക്കെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം നടത്താറുണ്ട്. പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ പാചകം വളരെ പെട്ടെന്ന് നടക്കാൻ കാരണം പ്രഷർ കുക്കറിനുള്ളിൽ അതിസമ്മർദ്ദം വരുന്നത് കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറിൽ വെള്ളം തിളയ്ക്കുന്നത് കൊണ്ട് പാചകം വളരെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നടക്കുന്നു. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ്. ഇനി ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റിന്റെ ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ ഹീറ്റ് രണ്ടായിട്ട് വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു, ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും. ഡ്രൈ ഹീറ്റിന്റെ ആക്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ആക്ട്സ് ബൈ കോയാഗുലേഷൻ, ഡിനേച്ചറേഷൻ ആൻഡ് ഓക്സിഡേഷൻ. ഈ പ്രോസസ് ഒക്കെ നടക്കുന്നത് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീനുകളെ, ആ പ്രോട്ടീനുകളാണ് പലപ്പോഴും എൻസൈംസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെയുള്ള പ്രോട്ടീനുകളെ കൊയാഗുലേറ്റ് ചെയ്യുന്നു, ഡിനേച്ചർ ചെയ്യുന്നു, അതുപോലെ ഓക്സിഡേറ്റ് ചെയ്യും. ഓക്സിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കത്തിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ആ കത്തുക എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിജൻ ഉപയോഗിച്ച് നടക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പറയുക. അപ്പൊ ഡ്രൈ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുള്ള പ്രോട്ടീൻസ് കൊയാഗുലേറ്റ് ചെയ്യുന്നു, ഡിനേച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഇൻക്രീസ്ഡ് ഹീറ്റ് എനർജി വരുമ്പോഴത്തേക്കും ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഈ ഓർഗാനിസത്തിന്റെ ഉള്ളിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് താളം തെറ്റുന്നു. അതുകൊണ്ട് തന്നെ ആ ഓർഗാനിസം ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഡ്രൈ ഹീറ്റിന്റെ ആക്ഷൻ ഈ പറഞ്ഞ കൊയാഗുലേഷൻ, ഡിനേച്ചറേഷൻ, ഓക്സിഡേഷൻ പ്ലസ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഡ്രൈ ഹീറ്റിൽ ഒന്നാമത്തെ മെത്തേഡായിട്ട് നാം പറയുന്നത് റെഡ് ഹീറ്റ് ആണ്. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഒരു ഫ്ലെയിം ഇങ്ങനെ കാണുന്നുണ്ട്. ബൺസൺ ഫ്ലെയിം എന്നാണ് പറയുക. ഈ ബൺസൺ ഫ്ലെയിം ഗ്യാസിന്റെ ഈ ഫ്ലെയിം ആണ് ബൺസൺ ഫ്ലെയിം. ബ്ലൂ ഫ്ലെയിം ആണ്. അതിലേക്ക് ഒരു മെറ്റാലിക് ഒബ്ജക്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ മെറ്റാലിക് ഒബ്ജക്റ്റിന്റെ ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ അത് ഈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന ഭാഗം അത് ചൂടാകുന്നു. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ നമുക്കറിയാം അവസാനം റെഡ് കളറിലേക്ക് എത്തും. ഈ ഭാഗം ചൂടായിട്ട് റെഡ് കളറിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോഴേക്കും അവിടെ സ്റ്റെറൈൽ ആകുന്നു. ഈ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഒരു മൈക്രോബയോളജിക്കൽ ലൂപ്പാണ്. കൾച്ചറിന് ഉപയോഗിക്കുന്ന ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, നീണ്ട കമ്പി. അതിന്റെ എൻഡിൽ ഇവിടെ ഒരു ചെറിയ ഒരു വളയം പോലെ ഒരു ലൂപ്പ് ഫോം ചെയ്യും. ഇതിനാണ് മൈക്രോബയോളജിക്കൽ അല്ലെങ്കിൽ ബാക്ടീരിയോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ബൺസൺ ബർണർ ഉപയോഗിച്ചിട്ടാണ്. ബൺസൺ ബർണറിൽ ഹോൾഡ് ചെയ്തിട്ട് റെഡ് ആകുന്നിടം വരെ ചൂടായിട്ട് റെഡ് കളർ ആകുന്നതിന് വരെ ചൂടാക്കുക. അപ്രകാരം സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ മെത്തേഡിനെ നാം റെഡ് ഹീറ്റ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ
ലൂപ്പുകൾ, അതുപോലെ ടിപ്സ് ഓഫ് സിസേഴ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കത്രികയുടെ അതിന്റെ ടിപ്പ്, അതിന്റെ തുഞ്ചമൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് നാം ഉപയോഗിക്കുന്നു. റെഡ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഡ്രൈ ഹീറ്റിലെ ഒരു മെത്തേഡാണ് റെഡ് ഹീറ്റ്. അടുത്ത ഫ്ലെയിമിംഗ് ബുൺസൺ ബർണറിന്റെ ആദ്യത്തെ റെഡ് ഹീറ്റിന്റെ ആണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്ലെയിമിംഗിന്റെ ചിത്രം. ഫ്ലെയിമിംഗ് ഇത്രയാണ്. ബുൺസൺ ബർണറിൽ ഈ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത്, ഈ ടെസ്റ്റ് ട്യൂബില് ഒരു കൾച്ചർ മീഡിയം ഉണ്ട്, ബാക്ടീരിയ വളർത്താനുള്ള കൾച്ചർ മീഡിയം ഈ ടെസ്റ്റ് ട്യൂബിനുള്ളിലുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് കൾച്ചർ മീഡിയം ഉള്ളപ്പോൾ നമ്മളൊരു കോട്ടൺ പ്ലഗ് വെച്ച് ഇവിടെ അടച്ചു വെക്കുകയാണ് ചെയ്യുക. ഏതെങ്കിലും ആവശ്യത്തിന് ഈ ടെസ്റ്റ് ട്യൂബ് ഓപ്പൺ ആക്കേണ്ട സമയം വരുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണം. ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം സ്റ്റെറിലൈസ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി നാം ചെയ്യുന്നത് ഈ ഫ്ലെയിമിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെയിമിൽ കാണിക്കുകയാണ് ചെയ്യുക. ഫ്ലെയിമിൽ വേവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ മൗത്ത് സ്റ്റെറിലൈസ് ചെയ്യപ്പെടും. അപ്പൊ ഇപ്രകാരമാണ് ഫ്ലെയിമിംഗ് വഴി നാം സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് ആർ പാസ്ഡ് ഓവർ ദ ഫ്ലെയിം എ ഫ്യൂ ടൈംസ്. ഈ ഫ്ലെയിമില് കുറച്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് സ്റ്റെറിലൈസ് ചെയ്യപ്പെടുന്നു. അതുപോലെ ഗ്ലാസ് സ്ലൈഡ്, നമ്മൾ സ്റ്റെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് സ്ലൈഡ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി, ഫ്ലാസ്കിന്റെ മൗത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് ഈ പ്രകാരമുള്ള ഫ്ലെയിമിംഗ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഇതൊരു ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ് ഫ്ലെയിമിംഗ്. അടുത്തത് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ആർ ബേൺഡ് ഇൻ ആൻ ഇൻസിനറേറ്റർ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഇതൊരു ഇൻസിനറേറ്ററിന്റെ പടമാണ്. ഇത് വലിയൊരു ചേംബർ. ഈ ചേംബറിനുള്ളിൽ നമുക്ക് കാണാം കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ചേംബറിനുള്ളിലേക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഹെവി ആയിട്ടുള്ള ഈ ലിഡ് നമ്മൾ അടയ്ക്കുന്നു. ഇതിനുള്ളിലേക്ക് പെട്രോൾ പോലുള്ള സാധനം സ്പ്രേ ചെയ്യുന്നു, തീയിടുന്നു, കത്തും. കത്തി കഴിയുമ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ടു ആഷ് ആണ്. അതിന്റെ പുക പോകാനുള്ള സംവിധാനം. ഇവിടെ ഇങ്ങനെ സംവിധാനമുണ്ട്. പുകക്കുഴലിൽ ഉയരങ്ങളിലേക്ക്, വളരെ ഹൈറ്റിലേക്കുള്ള പുകക്കുഴൽ കൂടി ഈ പുകയെല്ലാം പുറത്തേക്ക് പോകും. ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ബാക്കിൽ ഓപ്പൺ ചെയ്തിട്ട് ആഷസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ആഷ് കംപ്ലീറ്റ് സ്റ്റെറൈൽ ആയിരിക്കും. അപ്പൊ കത്തിച്ച് കളയാൻ, റീയൂസ് ചെയ്യാൻ പറ്റാത്ത സംഗതികൾ, റീയൂസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് ഇപ്രകാരം സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഡ്രസ്സിങ്സ്, ബെഡിങ്സ്, ആനിമൽ കാർക്കേസസ്, ബോഡി പാർട്സ്. ഡ്രസ്സിങ്സ്, നമ്മുടെ സർജറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഊണ്ടൊക്കെ ഡ്രസ് ചെയ്യുന്ന ഡ്രസ്സിങ്സ്, അതുപോലെ ബെഡിങ്സ്, ഉപയോഗശൂന്യമായ ബെഡിങ്സ്, ആനിമൽ കാർക്കേസസ്. കാർക്കേസസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, മൃഗങ്ങൾ, ചത്ത മൃഗങ്ങൾ, എക്സ്പെരിമെന്റൽ ലാബിൽ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ അനിമൽസ്, അതുപോലെ ബോഡി പാർട്സ്, ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ബോഡി പാർട്സ്. ഇങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് നശിപ്പിച്ച് കളയേണ്ട വസ്തുക്കളെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇൻസിനറേറ്റർ. ഇതൊന്നുമല്ല, ഒരു കമ്പാർട്ട്മെന്റ്, അതിനുള്ളിൽ ഈ വസ്തുക്കൾ നമ്മൾ ഏതെങ്കിലും ഇൻഫ്ലാമബിൾ, പെട്രോളോ കെറസിനോ പോലുള്ള ഇൻഫ്ലാമബിൾ ആയിട്ടുള്ള ഒരു ഏജന്റ് ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയുന്നു, അത്രമാത്രം. ദാറ്റ് ഈസ് ദ ഇൻസിനറേഷൻ. ഇതും ഒരു ഡ്രൈ ഹീറ്റ് മെത്തേഡാണ്. ഡ്രൈ ഹീറ്റ് മെത്തേഡില് അവസാനത്താണ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ, ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ഹോട്ട് എയർ ആണ് ഇവിടെ ഉപയോഗിക്കുക. അതൊരു ഓവൻ ആണ്. ഹോട്ട് എയർ ഓവൻ എന്നാണ് അത് അറിയപ്പെടുക. ഹോട്ട് എയർ ovens are electrical devices which use dry heat to sterilize. They were originally developed by Pasteur. ലൂയി പാസ്റ്റർ ആണ് ഈ ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത, ഒരു ചേംബർ ആണ്, ഒരു പെട്ടി പോലത്തെ ഒന്നാണ്. ഇതിനുള്ളിൽ എയർ, സ്വാഭാവികമായിട്ട് എയർ ഉണ്ടാകുക. ഈ എയർ നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉപയോഗിച്ച്, ഇലക്ട്രിക്കൽ കോയിൽ ഉപയോഗിച്ച് ചൂടാക്കും. ചൂടാക്കുമ്പോഴത്തേക്കും എയർ ഹോട്ട് എയർ ആയിട്ട് മാറും. ഈ ഹോട്ട് എയർ സ്റ്റെറിലൈസേഷൻ നടത്തും. കാരണം ഇത് ഡ്രൈ ഹീറ്റ് ആണ്, ആ ഹോട്ട് എയർ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ജനറലി ദേ യൂസ് എ തെർമോസ്റ്റാറ്റ് ടു കൺട്രോൾ ടെമ്പറേച്ചർ. ഉള്ളിലുള്ള ടെമ്പറേച്ചർ അൺകൺട്രോളബിൾ ആയിട്ട് പോയിട്ട് കാര്യമില്ല, നമ്മളുടെ നിയന്ത്രണത്തിൽ വേണം ടെമ്പറേച്ചർ. ഇത് തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു. തെർമോസ്റ്റാറ്റിന്റെ പ്രത്യേകത, ടെമ്പറേച്ചർ കൂടുതലാകുമ്പോഴത്തേക്കും ഇലക്ട്രിക് സർക്യൂട്ട് ഓഫ് ആവും, ഈ കോയിൽസ് ഓഫ് ആവും. ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കും അത് വീണ്ടും ഓൺ ആകും. അപ്പൊ ഏത് ടെമ്പറേച്ചർ ആണോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ആ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് തെർമോസ്റ്റാറ്റ്. ഈ ഹോട്ട് എയർ ഓവന്റെ പ്രത്യേകത, ഡബിൾ ഓൾഡ് ഇൻസുലേഷൻ കീപ്സ് ദ ഹീറ്റ് ഇൻ ആൻഡ് കൺസേർവ്സ് എനർജി. ഈ ബോക്സ് പോലുള്ള സ്ട്രക്ചറിന്റെ പ്രത്യേകത, അതിന്റെ ഭിത്തി 2 നിരയാണ്, 2 വോള് ചേർന്നിട്ടാണ്. ആ വോളിന്റെ പ്രത്യേകത അതിന്റെ
ഇൻസുലേറ്റഡ് ആയിരിക്കും. ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ പുറത്തേക്ക് വിടാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. The inner layer being poor conductor and outer layer being metallic. Inner layer ഒട്ടും തന്നെ ഹീറ്റിനെ പുറത്തേക്ക് വിടാത്ത പൂർ കണ്ടക്ടർ, ഹീറ്റിനെ വളരെ കുറച്ച് മാത്രം പുറത്തേക്ക് വിടുന്ന ഒരു വസ്തു കൊണ്ടാണ് ഇന്നർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഔട്ടർ ലെയർ മെക്കാനിക്കൽ ആയിരിക്കും. നമുക്ക് ആ ചിത്രം നോക്കാം. ഇതായി ചിത്രം. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതൊരു ബോക്സ്. ഈ ബോക്സിന്റെ പുറം ഭാഗം മെറ്റാലിക് ആണ്. ഇതിന്റെ ഭിത്തിക്ക് നല്ല കട്ടിയുണ്ട്, കാണുന്നില്ലേ? ഇതിന്റെ ഉൾഭിത്തി എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഹീറ്റിനെ പുറത്തേക്ക് വിടാത്ത വസ്തു ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടപ്പ് നോക്കുക, അതിന്റെ ലിഡ് നോക്കുക. ഈ ലിഡും വളരെ തിക്കാണ്. ഈ തിക്കായിട്ടുള്ള ലിഡിന്റെ ഔട്ടർ സർഫസ് മെറ്റൽ ആയിരിക്കും. അതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഹീറ്റ് കടത്തിവിടാത്ത പൂർ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു വസ്തു കൊണ്ടായിരിക്കും. ഇതിന് ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്, അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്, നമുക്ക് അടയ്ക്കാൻ പറ്റും. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഇതിന്റെ കൺട്രോൾസ്, ഇവിടെയാണ് കാണുക. തെർമോസ്റ്റാറ്റ്, ടെമ്പറേച്ചർ റെഗുലേഷൻ, അതെല്ലാം ഈ ഭാഗത്താണ്. അതിന്റെ കൺട്രോൾ, ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ തെർമോസ്റ്റാറ്റ് ഒക്കെ ഈ ഭാഗത്താണ് ഉണ്ടാകുക. അപ്പൊ ഇതിനുള്ളിൽ ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ പല ഷെൽഫുകളായിട്ട് 1, 2 അങ്ങനെ റാക്കുകളായിട്ട് വേർതിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ റാക്കുകളുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സ്ഥലത്തേക്ക് കൂടുതൽ റാക്കുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഈ ഫാനിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ വായു ചൂടായി കഴിയുമ്പോഴത്തേക്കും, ഹോട്ട് എയർ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനെ എല്ലാ ഭാഗത്തേക്കും ബ്ലോ ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും വായുവിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻ ഉപയോഗിക്കുക. കാരണം വായുവിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അത് വായുവിനെ, ഹീറ്റിനെ അത്ര നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റില് ഹോട്ട് എയർ ഓവനിനുള്ളിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട വസ്തുക്കൾ വളരെ ഗ്യാപ്പിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിലേക്ക് എയറിന് കയറാനാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്യാപ്പായിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അടുക്കി വെക്കുന്നു. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്യുന്നു. ലിഡ് ക്ലോസ് ചെയ്തിട്ട് റിക്വയർഡ് ടെമ്പറേച്ചർ, സാധാരണ രീതിയിൽ 160 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഇതിനുള്ളിൽ സ്റ്റെറിലൈസേഷൻ നടക്കുക. 160 ഡിഗ്രി സെന്റിഗ്രേഡിൽ 1 മണിക്കൂർ. ആ 1 മണിക്കൂറിന് നാം ഹോൾഡിംഗ് ടൈം എന്നാണ് പറയുക. 160 ഡിഗ്രി സെന്റിഗ്രേഡിൽ 1 അവർ ആണ് ഇതിന്റെ ഹോൾഡിംഗ് ടൈം. ആ ടൈമിനുള്ളിൽ സ്റ്റെറിലൈസേഷൻ നടന്നിരിക്കും. അപ്പൊ ഇതിൽ ആർട്ടിക്കിൾസ് നമ്മൾ വെക്കുന്നു. ആർട്ടിക്കിൾസ് വെച്ച ശേഷം ലിഡ് ക്ലോസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ 160 സെറ്റ് ചെയ്യുന്നു. ടൈമർ ഉപയോഗിച്ച് 1 അവർ സെറ്റ് ചെയ്യുന്നു. 1 അവർ കഴിയുമ്പോഴത്തേക്കും ഹോൾഡിംഗ് ടൈം കഴിയും. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം ഇത് തുറന്ന് സ്റ്റെറൈൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പുറത്തേക്ക് എടുക്കുക. മറ്റൊരു ചിത്രം കൂടി ശ്രദ്ധിക്കുക. അതിന്റെ തന്നെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഇതിന്റെ ഔട്ടർ വോള് വളരെ തിക്കായിട്ടുള്ള ഔട്ടർ വോൾ ഉണ്ട്. ഒരു ഡോർ ഉണ്ട്. ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞ ഷെൽഫുകൾ കണ്ടില്ലേ? ഷെൽഫുകൾ 1, 2, 3 ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഷെൽഫിന് ഓരോ തട്ടിലുമാണ് നാം സ്റ്റെറിലൈസ് ചെയ്യാനുള്ള വസ്തുക്കളെ സൂക്ഷിക്കുക. അപ്പൊ ഇതിന് ഒരു തെർമോമീറ്റർ, ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ ഉണ്ട്. അത് ഈ ഡബിൾ ജാക്കറ്റ് ഡോർ, ഹീറ്റ് പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്ബറ്റോസ് വാഷർ ഉപയോഗിച്ചിട്ടുള്ള ഡബിൾ ജാക്കറ്റ് ഡോറും ഉണ്ട്. ഇത് അതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇത് തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റെറിലൈസ് യൂസിങ് ഹോട്ട് എയർ സർക്കുലേറ്റഡ് ഇൻ ദ ചേംബർ. ആ ചേംബറിനുള്ളിലുള്ള ചൂടുള്ള വായു ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ആ വായു സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് സ്റ്റെറിലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് ഹോട്ട് എയർ ആണ് അതിനുള്ള സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്രിൻസിപ്പിൾ, സർക്കുലേഷൻ ഓഫ് ഹോട്ട് എയർ. സിസേഴ്സ്, ഫോർസെപ്സ്, സ്കാൽപ്പൽസ്, ഗ്ലാസ്വെയർസ്, സ്വാബ്സ്, grease, oil, petroleum jelly, pharmaceutical products, etc. are sterilized in hot air oven. Hot air oven sterilize ചെയ്യാൻ പറ്റിയ വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. സിസേഴ്സ്, കത്രിക, ഫോർസെപ്സ്, സ്കാൽപ്പൽ, ബ്ലേഡുകൾ, ഗ്ലാസ് വെയർസ്, ഏത് രീതിയിലുള്ള ഗ്ലാസ് വെയർസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. സ്വാബ്, ഗ്രീസ്, ഓയിൽ. ഗ്രീസും ഓയിലും സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു മെത്തേഡും ഇല്ല. ഈ മെത്തേഡ് മാത്രമേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് ഗ്രീസ്, ഓയില്, പൗഡർ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഹോട്ട് എയർ ഓവൻ ആണ്. എപ്രകാരം ചെയ്യുന്നു നമുക്ക് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ആർട്ടിക്കിൾസ് മസ്റ്റ് ബി ഡ്രൈ. ഇതിനുള്ളിലേക്ക് വെക്കുന്ന വസ്തുക്കളൊക്കെ ഡ്രൈ ആയിരിക്കണം.
ടെസ്റ്റ് ട്യൂബ് ഒക്കെ കഴുകി വെള്ളത്തോടു കൂടി ഒരിക്കലും ഇതിനുള്ളിലേക്ക് വെക്കരുത്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം അത് എല്ലാ ഗ്ലാസ് വെയർസും എല്ലാ ആർട്ടിക്കിൾസും ഇതിനും വെക്കുന്നതിന് മുമ്പ് ഡ്രൈ ആയിരിക്കണം. മൗത്ത്സ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഫ്ലാസ്ക് മസ്റ്റ് ബി പ്ലഗ്ഡ് വിത്ത് കോട്ടൺ. ടെസ്റ്റ് ട്യൂബിന്റെയും അതുപോലെ ഫ്ലാസ്കിന്റെയും മൗത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കോട്ടൺ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കണം. കോട്ടൺ വെച്ചിട്ട് അടച്ചു വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് പുറത്തെടുക്കുമ്പോഴത്തേക്ക് അത് അൺസ്റ്റെറൈൽ ആവും. തുറന്നിരുന്നു കഴിഞ്ഞാൽ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് അൺസ്റ്റെറൈൽ ആവും. അതുകൊണ്ട് ആ കോട്ടൺ പ്ലഗ് വെച്ച് മാത്രം ഇതിനുള്ളിൽ വെക്കുക. ഇൻഡിവിജ്വൽ ഗ്ലാസ് ആർട്ടിക്കിൾസ് മസ്റ്റ് ബി റാപ്ഡ് ഇൻ ക്രാഫ്റ്റ് പേപ്പേഴ്സ്. ഈ ഇതിനുള്ളിൽ വെക്കുന്ന വസ്തുക്കൾ, സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്ന ഓരോ വസ്തുക്കളും ഒരു ക്രാഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് വേണം, പൊതിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടി. പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിൽ മറ്റു ചില വസ്തുക്കളുണ്ട്. ഇപ്പൊ കൾച്ചർ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ കൾച്ചർ പ്ലേറ്റ് ഒക്കെ അതിന്റെ ഒരു മെറ്റാലിക് കണ്ടെയ്നർ ഉണ്ട്, കുറെ എണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റിയ കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ക്രാഫ്റ്റ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കുക. There should be sufficient space in between for air circulation. ഇങ്ങനെ വെക്കുന്ന ആർട്ടിക്കിൾസിന് ഗ്യാപ്പ് ഉണ്ടാവണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എയർ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. എയർ സർക്കുലേറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആകുന്നുള്ളൂ. ഹോൾഡിംഗ് ടൈം ഈസ് 1 hour at 160 degrees centigrade. എത്ര സമയത്തേക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഹോൾഡ് ചെയ്യേണ്ടത് 1 മണിക്കൂർ സമയം. 160 ഡിഗ്രി സെന്റിഗ്രേഡിൽ 1 മണിക്കൂറാണ് അതിന്റെ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത്. Open the door only when the pressure falls below 60 degrees centigrade. 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ കുറവ് ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യാവൂ. അതിൽ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് ബേൺസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തിയതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അതിന് തെർമോമീറ്റർ ഉള്ളത് കൊണ്ട്, ഇതിനുള്ളിൽ തെർമോമീറ്റർ ഉണ്ട്, ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ തെർമോമീറ്റർ ഉള്ളത് കൊണ്ട് ഉള്ളിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ആർട്ടിക്കിൾസ്, ഡ്രൈ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ടെസ്റ്റ് ട്യൂബ് പോലുള്ളതെല്ലാം കോട്ടൺ പ്ലഗ് ചെയ്ത് പേപ്പറിൽ റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഇതിനുള്ളിൽ വെക്കുക. അതിനുശേഷം ഓൺ ആക്കുക. 160 ഡിഗ്രി സെന്റിഗ്രേഡ് എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയത്തേക്ക് ഹോൾഡ് ചെയ്യുക. നമ്മൾ ഈ ആർട്ടിക്കിൾസ് വെച്ച ഉടനെ തന്നെ 1 മണിക്കൂറില്ല, 160 ഡിഗ്രി സെന്റിഗ്രേഡ് എത്തി വീണ്ടും 1 മണിക്കൂർ ഹോൾഡ് ചെയ്യുക, തണുപ്പിക്കുക. 60 ഡിഗ്രി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കുക. അതാണ് ഇതിന്റെ പ്രൊസീജിയർ. ഈ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ, സ്റ്റെറിലൈസേഷൻ നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇപ്പൊ നമ്മൾ 1 മണിക്കൂറൊക്കെ വെച്ചു, എന്നിട്ട് സ്റ്റെറിലൈസേഷൻ നടന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില കൺട്രോൾ മെഷേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിന് ബയോളജിക്കൽ കൺട്രോൾസ് നാം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ കൺട്രോൾസ് ആയിട്ട് ബാസിലസ് സബ്റ്റിലിസ് അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി, ഇത് രണ്ടും സ്പോർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. ബാസിലസ് സബ്റ്റിലിസും ക്ലോസ്ട്രീഡിയം ടെറ്റനി സ്പോർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയകളുടെ സ്പോർ നമ്മൾ ഒരു കവറിനുള്ളിൽ ഇട്ടിട്ട് ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ വെക്കുന്നു. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് ഈ കവർ പുറത്തെടുത്ത് ആ സ്പോറുകളെ നാം കൾച്ചർ ചെയ്യുന്നു. ഇപ്പൊ സ്റ്റെറിലൈസേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൾച്ചർ ചെയ്താൽ സ്പോർ ഒന്നും ബാക്ടീരിയ ആയിട്ട് വളരില്ല. ഇപ്പൊ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ബാക്ടീരിയ ഫോം ചെയ്യും. അപ്പൊ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ബയോളജിക്കൽ കൺട്രോൾസ്. ബയോളജിക്കൽ കൺട്രോൾസ് ആയിട്ട് ബാസിലസ് സബ്റ്റിലിസ് അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനിയുടെ സ്പോറുകളാണ് ഉപയോഗിക്കുക. ഈ സ്പോറുകൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഹോൾഡിംഗ് പീരീഡിൽ ഈ ഓട്ടോക്ലേവിനുള്ളിൽ നമ്മൾ സൂക്ഷിക്കും, ഹോട്ട് എയർ ഓവനിനുള്ളിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം സ്റ്റെറിലൈസേഷന് ശേഷം പുറത്തെടുത്ത് അത് കൾച്ചർ ചെയ്യുന്നു. കൾച്ചർ ചെയ്യുമ്പോൾ ആ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ബാക്ടീരിയ വളർന്നാൽ സ്റ്റെറിലൈസേഷൻ ശരിയായ രീതിയിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാക്ടീരിയ വളരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഹോട്ട് എയർ ഓവന്റെ അഡ്വാൻറ്റേജുകൾ അതുപോലെ ഡിസഡ്വാൻറ്റേജുകൾ നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഉള്ള ഗുണം എന്താണ്? ആർട്ടിക്കിൾസ് റിമെയിൻ ഡ്രൈ. അതിന്റെ പ്രത്യേകതയാണ് സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളും നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഓട്ടോക്ലേവ് ആയിട്ടാണ് പ്രധാനമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓട്ടോക്ലേവിലാകുമ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾസ് വെറ്റ് ആയിരിക്കും, ഇവിടെ ആർട്ടിക്കിൾസ് ഡ്രൈ ആയിരിക്കും. ഓൺലി മെത്തേഡ് ടു സ്റ്റെറിലൈസ് ഓയിൽസ് ആൻഡ് പൗഡേഴ്സ്. ഓയിലും പൗഡറൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു മെത്തേഡും ഇല്ല, വേറെ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡും നമുക്ക് ചെയ്യാനാവില്ല. അപ്പൊ മെത്തേഡ് ഓഫ് ചോയ്സ് ആണ്. അത് രണ്ടും ഇതിന്റെ അഡ്വാൻറ്റേജിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജുകൾ, ഹോട്ട് എയർ ഹാസ് പുവർ പെനിട്രേഷൻ. ഹോട്ട് എയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയറിന്റെ പെനിട്രേഷൻ വളരെ കുറവാണ്. എയർ പ്രോപ്പർ ആയിട്ട്
പെനിട്രേറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ചേർത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ കൂടി ഒന്നും എയർ സർക്കുലേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ആ പ്രദേശത്തൊക്കെ ചിലപ്പോൾ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരുന്നു. രണ്ടാമത് കോട്ടൺ മേ ഗെറ്റ് ചാർഡ്. ഞാൻ പറഞ്ഞു ടെസ്റ്റ് ട്യൂബും ഫ്ലാസ്കും ഒക്കെ എന്റെ മൗത്ത് നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് പ്ലഗ് ചെയ്യും. ചിലപ്പോൾ ആ കോട്ടൺ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ കൂടിയിട്ട് ആ കോട്ടൺ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് കൾച്ചർ മീഡിയ കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ്. ബാക്ടീരിയോളജിയിൽ ഉപയോഗിക്കുന്ന മൈക്രോബയോളജിയിൽ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ ഒന്നും തന്നെ ഇത് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം കൾച്ചർ മീഡിയ ബോയിൽ ചെയ്തിട്ട് അത് സ്പിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത്രയുമാണ് ഹോട്ട് എയർ ഓവന്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഇപ്പൊ സ്റ്റെറിലൈസേഷന്റെ ഒന്നാം ഭാഗം മാത്രമേ തീർന്നിട്ടുള്ളൂ. അത് വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പൊ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ഇന്ന് നാം കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് നാം ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.